ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് വലയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് വന്നതാണ്. മീൻ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഡാമിൽ ഇപ്പോൾ ഇത്ര വെള്ളം കയറി നിൽക്കുകയാണ്. അപ്പോൾ മീൻ കിട്ടുന്ന സമയം കേട്ടോ. ഇപ്പോൾ കട്ട്ല, രോഹു, ഗോഡൂഷ കിട്ടാറുണ്ട്. നമ്മൾ ഈ പുല്ലിനോട് ചേർന്നൊക്കെ വല കിട്ടിയിട്ടുണ്ട്. ഈ പുല്ലിൻ്റെ അരി തന്നെയായിട്ട് മീൻ വരും. ഞാൻ പിരിച്ചു വിടുന്നല്ലോ. എടുത്തു. ഈ വലയ്ക്കൊരു മീനുണ്ടോ കേട്ടോ. ഈ വല എല്ലാം പിരിച്ചിട്ടിരിക്കുകയാണ് മീൻ കയറിയിട്ട്. കുറേ കിട്ടി. നമുക്ക് രോഹുവിനായിട്ട് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള രോഗം കേട്ടോ. നമുക്ക് 5-6 കിലോ ഉള്ള രോഗമൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. നമ്മൾ കുറേ വല കിട്ടിയിട്ടുണ്ട്. ചെറിയ വലയും വലിയ വലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് വിട്ടിരിക്കുന്ന വലയാണ്. മീനുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വല ചെറുതായിട്ട് വലിക്കും മീൻ. തൊട്ടടുത്തായിട്ട് കാട്ടുകോഴിയൊക്കെ കയറുന്നുണ്ട്. ആ മണ്ണിങ്ങനെ എടുത്തിട്ടിരിക്കുന്ന ആന കേട്ടോ. ആന കിടന്ന പറ്റാണ് അവിടെ. നമുക്ക് ഈ വലയിൽ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് നോക്കുന്ന പൊടിക്കണ്ണൂല കേട്ടോ. അതായത് സിലോപ്പിയും ചെറിയ ചൊട്ടാവാള എന്നൊക്കെ പറയുന്ന മീൻ, അതൊക്കെയാണ് പിടിക്കുന്നത്. ഇത് നോക്കണം. അപ്പോൾ വരുമ്പോൾ നോക്കി അപ്പുറത്ത് ആ ഒളിയിലുണ്ടല്ലോ, കിട്ടുമോ? ഇത് വരുമ്പോൾ നോക്കിയാൽ പോരെ. ഇവിടെ നമ്മളൊരു വല ക്രോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വരുമ്പോൾ നോക്കാം. ഇവിടെ നിന്ന് കണ്ടല്ലേ അവിടെ നിന്ന്.
ഇങ്ങോട്ട് ഇത് നമ്മൾ പുല്ലിനോട് ചേർന്ന് സൈഡ് കെട്ടിരിക്കുന്ന വലയാണ്. ഈ പുല്ലിൻ്റെ കരിയും പുല്ലൊക്കെ തിന്നാൻ വരുന്ന മീനുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കുടുങ്ങിക്കോളും. ഇത് സൈഡ് കെട്ടിരിക്കുന്ന മീനുണ്ട്, നമുക്കിങ്ങനെ നോക്കി പോകുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അത് ചെറിയ വരയ്ക്കൊരു സിലോപ്പി ഉണ്ട് കേട്ടോ. അത് പക്ഷേ താഴെയും പോയി, കുഴപ്പമില്ല, രക്ഷപ്പെട്ടെ. ചെറുതായിരുന്നു എന്തായാലും. ഇത് അടുത്തായിട്ട് നമുക്കൊരു ആറ്റുവാള കിട്ടിയിട്ടുണ്ട്. ചെറിയ ചൊട്ടവാള കേട്ടോ, ആറ്റുവാളയല്ല, ചൊട്ടവാള. ഈ മീൻ നമുക്ക് ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കിട്ടുന്നതാണ്. സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മണ്ണിരയും കുറച്ച് ചൂണ്ട ഇട്ടാൽ മതി. ഇത് ഒരുപാട് നമുക്ക് ചൂണ്ട പിടിക്കും. അതുപോലെ തന്നെ കരക്കവെള്ളത്തിൽ ഇത് കിട്ടുന്നതാണ്. ഇതാണ് ചൊട്ടവാള. ഇതാ ഇവിടെ ഒരു സിലോപ്പിയും കിടപ്പുണ്ട്. ഇത് പോയി പഴവലല്ലേ, അതാ ചെറുതാ പിടിക്കത്തുള്ളൂ. ഇവിടെ ഡാമിൻ്റെ സൈഡിൽ കുറച്ച് പശുക്കളൊക്കെ നിൽപ്പുണ്ട്. ഇത് ആൾക്കാർ അഴിച്ചു വിടുന്നതാണ്. അപ്പോൾ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് വയറ് അറിയുമ്പോഴത്തേക്കും അവർ വൈകുന്നേരത്തേക്ക് വീട്ടിലെത്തിച്ചോളും. ഡാമിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ പുല്ലും ഒക്കെ ഉള്ളതുകൊണ്ട് മാർക്ക് തീറ്റയ്ക്കൊരു പഞ്ഞവും ഉണ്ടാകത്തില്ല. ഇത് അടുത്ത് നമ്മുടെ ഈ വലയ്ക്കൊരു നാടൻ വരാൽ കിടപ്പുണ്ട്. ഇതിൻ്റെ സൈഡിലാണ് പിടിച്ചിരിക്കുന്നത്, ചത്തു പോയിട്ടുണ്ട്. അതോട്ടെ താഴെ കട്ടിൽ നല്ല അടിപൊളി വരാലാണ്. ഇതാ അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന മീനുകളെന്ന്. രോഹു, സിലോപ്പിയ, വാള, വരാൽ ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഇട്ടിരിക്കുന്നത്. അമ്മേനെ വെട്ടാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.